അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസർ നമസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നമസ്കരിക്കാമോ, സുന്നത്ത് നമസ്കാരമുണ്ടോ എന്ന് പല ആളുകളും അന്വേഷിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, അസർ നമസ്കാരം കഴിഞ്ഞ് പ്രത്യേകമായി സുന്നത്ത് നമസ്കാരങ്ങളില്ല, പ്രത്യേകമായി നമസ്കാരങ്ങളുമില്ല. മഗ്രിബ് വരെ നമസ്കരിക്കുന്നതിനെ തൊട്ട് വിലക്കിയതായി ചില ഹദീസുകൾ കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇരിക്കുന്ന ഹദീസിൽ കാണാം, വലാ സ്വലാത്ത ബഅദൽ അസ്രി ഹത്താ തഗീബ ശംസു, സൂര്യാസ്തമയം വരെ അസറിന് ശേഷം പ്രത്യേകിച്ച് നമസ്കാരമില്ല എന്ന് കൃത്യമായ ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അസർ നമസ്കാര ശേഷം പ്രത്യേക സുന്നത്ത് നമസ്കാരങ്ങളോ ഒന്നും നിർവഹിക്കേണ്ടതില്ല. എന്നാൽ ചില പ്രത്യേകമായ സാഹചര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഏതാണ്? ഒന്ന്, തഹിയ്യത്ത് നമസ്കാരം. ഇപ്പൊ അസർ കഴിഞ്ഞ് ഒരാൾ പള്ളിയിൽ കയറി, അയാൾക്ക് വേണമെങ്കിൽ തഹിയ്യത്ത് നമസ്കരിക്കാം. തവാഫിന്റെ 2 റക്അത്ത് നമുക്ക് നമസ്കരിക്കാം. വുളു എടുത്ത ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഇതല്ലാത്ത മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ അസറിനും അസ്തമയത്തിനും ഇടയിൽ നിർവഹിക്കാൻ പാടില്ല. അപ്പോൾ തഹിയ്യത്ത് നമസ്കാരം അനുവദനീയമാണ്. വുളു എടുത്തതിന്റെ പേരിലുള്ള 2 റക്അത്ത് നമസ്കാരം അനുവദനീയമാണ്. അതേപോലെ തന്നെ തവാഫുമായി ബന്ധപ്പെട്ട നമസ്കാരം ഉണ്ടല്ലോ, അത് അനുവദനീയമാണ്. ഈ രൂപത്തിലുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാമെന്നല്ലാതെ മറ്റു സമയങ്ങളിലേതുപോലെ ഉള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഈ സന്ദർഭത്തിൽ പാടില്ല എന്ന് വ്യക്തമായി ഹദീസിൽ കാണാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.